എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് യൂട്യൂബ് ചാനൽ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ബിഗിനേഴ്സിന് ശരിക്കും ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് പെട്ടെന്ന് കാണാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കധികം സമയം കളയാണ്ട് വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ ജസ്റ്റ് www.youtube.com എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഡെസ്ക്ടോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ഇൻ്റർഫേസിലായിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് എടുക്കണം എന്നില്ല. അപ്പോൾ മുകളിൽ ഇത്തിരി സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ മുകളിൽ കാണുന്ന പോലെ എൻ്റെ ഇപ്പോൾ മുകളിൽ എൻ്റെ ചാനലിലെ ലോഗോ ഉണ്ട്. അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ അത് ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലോഗോ ആണോ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിലാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാണുന്നൊരു പ്ലസ് ഇട്ടിട്ടൊരു വീഡിയോയുടെ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അടിയിൽ അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും. സെലക്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ്. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വീഡിയോ ഫയൽസ് ടു അപ്ലോഡ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫയൽ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ഫയൽസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൻ ചോദിക്കും ചൂസ് ആൻ ആക്ഷൻ, അത് നിങ്ങളുടെ എവിടെയാണ് ഈ ഫയൽ കിടക്കണതെന്നാണ്. അപ്പോൾ ഒട്ടുമിക്ക പേരുടെയും ഗാലറിയിലായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഫയൽ മാനേജർ എടുക്കുക, ഗാലറി എടുക്കുക. അപ്പോൾ എൻ്റെ ഫയലിൻ്റെ രണ്ടാമത്തെ കിടക്കുന്നതാണ് 107 MB. അപ്പോൾ ഞാൻ ആ ഫയലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ആ ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അപ്ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ അടിക്കേണ്ടത്. അപ്പോൾ ആദ്യം കാണുന്ന നമ്പർ വന്ന് എടുക്കുന്ന സ്ഥലമാണ് ടൈറ്റിൽ. അവിടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് ടൈറ്റിൽ അടിക്കുമ്പോൾ നിങ്ങളുടെ സെൻറ്റൻസിലത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാ ലെറ്ററിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ടൈറ്റിൽ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ആ ടൈറ്റിലൊന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് മറന്നുപോയവർക്ക് എങ്ങനെ പാസ്വേഡ് ഇല്ലാണ്ട് ലോഗിൻ ചെയ്യാമെന്നാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഞാനിപ്പോൾ ഈ ഡെമോയിൽ കാണിച്ചു തരുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ആ ടൈറ്റിലാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് മറന്നുപോയി എങ്ങനെ കയറാം, അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആൾക്കാരുടെ ഒരു മനസ്സിരുത്തി നിങ്ങൾ ടൈറ്റിൽ കൊടുക്കണം. കാരണം അവരെന്ത് ടൈപ്പ് ചെയ്ത് വീഡിയോ കാണും അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടിയിൽ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇതിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ, ഡിവൈസ് യൂസ്ഡ്, പിന്നെ നിങ്ങളുടെ ലിങ്ക്സ്, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, അങ്ങനെ അവരോട് പറയാനുള്ളത്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അത് ഞാനിപ്പോൾ ചെയ്യണില്ല. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഞാൻ ചെയ്യാറ്. അത് കാരണം ഞാനത് ചെയ്യണില്ല. അത് നിങ്ങൾക്കും യൂട്യൂബ് സ്റ്റുഡിയോ പോയി ചെയ്യാം. ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മളിത്തിരി താഴോട്ട് വരുമ്പോൾ കാണുന്നത് യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്, യെസ് കൊടുക്കരുത്. അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡ് ആണോ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അത് ഏജ് റെസ്ട്രിക്ഷൻ വീഡിയോ ഒന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കണം, രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് തംബ്നെയിലാണ്. അവിടെ ഒരു പിക്ചറിൻ്റെ പടമൊക്കെ ആയിട്ട് തംബ്നെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാ നിങ്ങൾ സെലക്ട് ചെയ്ത തംബ്നെയിൽ എന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ തംബ്നെയിൽ മുമ്പേ ഉണ്ടാക്കി വെച്ച കാരണം ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ
ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ആയതുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ് കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അത്ര പ്രത്യേകിച്ച്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ്. അതിൽ മേക്ക് യുവർ വീഡിയോ പബ്ലിക്, അൺലിസ്റ്റ് ഓർ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പബ്ലിക് ആക്കണം, എന്നാലേ ആൾക്കാർക്ക് അത് കാണാൻ പറ്റൂ. അപ്പോൾ നിങ്ങളിപ്പോഴും വീഡിയോ പബ്ലിക് ആക്കുക. പിന്നെ തൊട്ടടിയിൽ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റും ടൈമിലും അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ അപ്ലോഡ് ആവും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഷെഡ്യൂളിങ്. ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നില്ല, ഞാനിത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെറുതെ ക്ലിക്ക് ചെയ്യേണ്ട. ഇപ്പോൾ ഏറ്റവും അടിയിൽ നോക്കിയാൽ എൻ്റെ വീഡിയോ 98% അപ്ലോഡ് ആയിട്ട് ഇപ്പോൾ ഇത് അപ്ലോഡ് ഫുള്ളായി. ഇത് പ്രോസസ്സ് ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡിങ് കഴിഞ്ഞാൽ പ്രോസസ്സിങ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു നീല ടിക്ക് കണ്ട് ഇതേപോലെ ഒരു നീല ടിക്ക് വരും. അപ്പോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡാവും. അപ്പോൾ ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളുമാണ്, ഷെയർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ ഇൻ്റർഫേസിൽ വന്നേക്കുന്നത്. അത് നമുക്ക് ക്ലോസ് അടിക്കാം. കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാൻ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് അടിക്കുക. ഇനി നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കാണുന്നതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ. അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് പാസ്വേഡ് മറന്നു പോയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയാണ്. ആ വീഡിയോ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ എങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.